ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് എനർജിയാണ്. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ, എന്താണ് അവരുടെ ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി? 4 of Wands എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ വന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി, നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്ക്. അതായത് മേ ബി ടിൻ ഫ്ലെയിം ആയിരിക്കാം, അല്ലെങ്കിൽ സോൾമേറ്റ് ആയിരിക്കാം. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു കണക്ഷൻ ഇപ്പം നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഉള്ള ഫീലിങ്സിനേക്കാളും കൂടുതലായിട്ട് ഇപ്പം നിങ്ങളോട് ഈ പേഴ്സണ് ഫീലിങ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ മാരേജ് ചെയ്യാമെന്നോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലൈഫ് അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഈ പേഴ്സൺ ഇപ്പം വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആ എനർജിയിലാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മജീഷ്യൻ്റെ കാർഡ് വന്നിട്ടുണ്ട്, ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇത്രയും നാളും എൻഡിങ്ങിൽ നിന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് പോലെ ഒരു മാച്ച് ഇല്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നു. പല കാര്യങ്ങളും എൻഡാകാൻ പോകുന്നുണ്ട്. ഓക്കെ, ലോങ് ടേം ടൈമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ അതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ എൻഡിങ്ങിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനൊരു റീബർത്ത്, റീയൂണിയൻ ആണ്, വളരെ പോസിറ്റീവാണ്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നത് പോലെ ഇവിടെ കാണുന്നുണ്ട്. ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ പേഴ്സൻ്റെ ചേഞ്ച്, ഇവർക്കുള്ളൊരു ചേഞ്ച് ആണത്. മജീഷ്യൻ എനർജി വന്നതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം അട്രാക്ഷൻ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എഫെക്ഷൻ ഉള്ളതുപോലെ. ഓക്കെ, ഒരു കാന്തം വലിക്കണത് പോലെയുള്ള ഒരു അട്രാക്ഷനാണ് ഇപ്പം മെയിൻലി നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിനകത്ത്. നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുക, നിങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ നേരം ഇരുന്നിട്ട് ചിന്തിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പം അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മജീഷ്യൻ്റെ എനർജി വരുന്ന സമയത്ത് അത് മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾക്ക് ഇപ്പം ഈ പേഴ്സൻ്റെ അടുത്തോട്ട് കോണ്ടാക്ട് ചെയ്യാൻ തോന്നുക, അല്ലെങ്കിൽ അവരെ വിളിക്കാൻ തോന്നുക, പെട്ടെന്ന് അവരുടെ എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ പേഴ്സൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അറിഞ്ഞോ അറിയാതെയോ അവർ നിങ്ങളെ വളരെയധികം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി എനർജി കണക്ട് ആവുന്നതാണ്. കിങ് ഓഫ് വാൻഡ്സിന് എനർജി വന്നിട്ടുണ്ട്. ഈ പേഴ്സൺ ഒരു കിങ്ങിൻ്റെ എനർജിയിലാണ് ഇരിക്കാറ്. അതായത് ചിലപ്പോൾ പബ്ലിക്കിൽ വലിയ പേരുള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ വളരെ ബോൾഡായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും വളരെയധികം ഹാർഡ് വർക്ക് കൊടുക്കുന്ന, പുറത്തു നിന്ന് നോക്കുമ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ആയിരിക്കാം. പക്ഷെ അവരുടെ മനസ്സ് ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു കിങ്ങിൻ്റെ എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സ് അങ്ങനെയല്ല. അവർ വളരെയധികം സെൻസിറ്റീവ് മനസ്സുള്ള ഒരാളാണ്. ചാലഞ്ചുകളെയൊക്കെ ഇപ്പം ആരെങ്കിലും ഒരാൾ നോക്കുകയാണെങ്കിൽ, അവരുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ, എല്ലാ സിറ്റുവേഷൻസും വളരെ ഈസി ആയിട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ചാലഞ്ചുകളെ ഈസി ആയിട്ട് ഫേസ് ചെയ്യുന്നു. കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളൊരു വ്യക്തി പക്ഷെങ്കിൽ അവരുടെ ഒരു കോൺഷ്യസ് മൈൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അവരൊട്ടും ഓക്കെ അല്ല, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മനസ്സാണ് ഈ വ്യക്തിയുടെ അടുത്ത്. മേ ബി അത് തുറന്നു കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കാം. ആ പേഴ്സൻ്റെ കുട്ടിത്വവും അതുപോലെ തന്നെ അവരുടെ ആ ഒരു മനസ്സൊക്കെ തുറന്നു കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്തായിരിക്കാം. ഓക്കെ, അപ്പം കറൻ്റ്ലി ആ പേഴ്സൺ നിങ്ങൾ നോക്കുമ്പോൾ പോലും ഇപ്പം നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ല, നിങ്ങൾ കോണ്ടാക്റ്റ് ഇല്ലാതിരിക്കുമ്പോഴും നിങ്ങൾ നോക്കുമ്പോൾ ആ പേഴ്സൺ ഡെയിലി വർക്ക് എടുക്കുന്നുണ്ടാകാം, കരിയർ ഫോക്കസ്ഡ് ആവുന്നുണ്ടാകാം, ജോബ് ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല ആ വ്യക്തിയുടെ എനർജിനകത്ത് ശരിക്കും ഉള്ളത്. ഓക്കെ, വളരെ സെൻസിറ്റീവാണ് അവരുടെ മനസ്സ്.
7 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു ലോങ് ടേം ടൈമായിട്ട് ഈ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ചേഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ചിലപ്പോൾ നിങ്ങൾ മാത്രമായിരിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളായിരിക്കും കൂടുതൽ എഫേർട്ട് ഇടുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ പേഴ്സണും ഇതിനകത്ത് ഹാർഡ് വർക്ക് കൊടുക്കുന്നുണ്ട്. അവരും മാക്സിമം എഫേർട്ട് ഇടുന്നതായിട്ടാണ് കാണുന്നത്. ആ എഫേർട്ടിൻ്റെ റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നതായിട്ടുണ്ട്. ഒരു കുറേ നാളുകളായിട്ട് ഇവർ ഈ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആണ്. സോ അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ വെറുതെ ആവുന്നത്. ഓക്കെ, ഇവർ കൊടുക്കുന്ന ടൈം, ഇവർ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ അതിനൊരു റിസൾട്ട് കിട്ടാത്തത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം. ഓക്കെ, 6 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സൺ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനായിരിക്കാം, ഗിഫ്റ്റ്സ് തരാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഓക്കെ, ഫിനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തിരിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിരിക്കാം, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാനായിരിക്കാം. ഒരു ബാലൻസ് കൊണ്ടുവരുന്നത് ഈ ഒരു ഷെയറിങ്ങിലൂടെ ആയിരിക്കും എന്നുള്ളത് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും സംസാരിക്കുന്നതായിരിക്കാം, അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പലതും ഒരു പേടിയും ഇല്ലാതെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അവരുടെ ഫീലിങ്സ് എന്താണ് നിങ്ങളടുത്ത് മെയിനായിട്ട് ഉള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ അട്രാക്ഷൻ കണ്ടു. ആൻഡ് 9 ഓഫ് സൂട്ട്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇത് അവരുടെ ഫീലിങ്സ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ മനസ്സൊട്ടും ഓക്കെ അല്ല. ഓക്കെ, ആൻസൈറ്റി ഉണ്ട് ഈ പേഴ്സണ്, നല്ല രീതിക്ക് ആൻസൈറ്റി ഉണ്ട്. ഇവർ വറി ചെയ്യുന്നുണ്ട്. സംടൈംസ് ഇവർക്ക് പേടിയുണ്ട്, ഫിയർ ഉണ്ട്. കാരണം നിങ്ങളെങ്ങാനും കൈവിട്ടു പോകുമോ, അല്ലെങ്കിൽ അവർക്ക് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധം ഉണ്ടാവുക, പശ്ചാത്തപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സംടൈംസ് ഇവർ ഡിപ്രസ്ഡ് ആണ്. പകൽ എത്ര ഹാപ്പിയായി നടന്നിട്ടുണ്ടെങ്കിലും അതല്ല റിയാലിറ്റി എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പം, മേ ബി രാത്രി ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് കൂടുതലും വറി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവരതൊരിക്കലും കൈവിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഈ ബന്ധം ഒരിക്കലും അവർ കൈവിട്ട് കളഞ്ഞിട്ടില്ല. സിറ്റുവേഷൻസ് ആണ് അവരിങ്ങനെ സൈലൻ്റ് ആക്കുന്നത്. ഓക്കെ, 10 ഓഫ് സോട്ട്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പം ഇവിടെ ഈ കാർഡ്സ് എടുത്തതിനകത്ത്, ഈ ഒരു സ്പ്രെഡിനകത്ത് കൂടുതലും നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷനാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ക്ലാരിറ്റിയാണ് ഈ ഒരു കാർഡും നേരത്തെ വന്നിട്ടുള്ള സൈലൻ്റ് ആയിട്ടുള്ള കാർഡുകളൊക്കെ. അപ്പം ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അത് ഈ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കത് പെയിൻഫുൾ തന്നെയാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ഈ ഒരു 10 ഓഫ് സൂട്ട്സിൻ്റെ എനർജി വരുന്ന സമയത്ത് ഇത് പെർമനൻ്റ് അല്ല. നിങ്ങളുമായിട്ടുള്ളൊരു എൻഡിങ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ഇത് പെർമനൻ്റ് അല്ല, ഇതൊരു ടെമ്പററി സിറ്റുവേഷൻ മാത്രമാണ്. അങ്ങനെയുള്ളൊരു എനർജിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുള്ളത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ റീയൂണിയൻ ആയിരുന്നു. റീയൂണിയൻ സംഭവിക്കും. ഈ പേഴ്സൺ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്, റീബർത്ത് ഉണ്ടാകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ സോഡിയക് സൈൻ നമുക്ക് നോക്കാം. ജെമിനി ഉണ്ട്, ജെമിനി എഗെയിൻ വന്നിട്ടുണ്ട്. ടോറസ് എഗെയിൻ വന്നിട്ടുണ്ട്. ഏരിയസ്, സ്കോർപിയോ, ലിയോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.